ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ദേവ്സ് 111-ൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അധികം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആരാണ്? ഓരോരുത്തർക്കും പറയാൻ ഓരോ ഉത്തരങ്ങളുണ്ടാവും അല്ലേ? ചിലർക്ക് പാരൻസ് ആയിരിക്കാം, ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, മകൻ, മകൾ, സഹോദരൻ, സഹോദരി, ഫ്രണ്ട്സ്, അങ്ങനെ കുറേ ഉത്തരങ്ങളുണ്ടാവും അല്ലേ? ആർക്കൊക്കെ പറയാൻ പറ്റും ഇറ്റ്സ് മീ എന്ന്? ഞാൻ എന്നെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത് എന്ന് പറയാൻ, എന്ന് ഉറപ്പിച്ച് പറയാൻ എത്ര പേർക്ക് കഴിയും? നമുക്കൊരിക്കലും നമ്മളെ സ്നേഹിക്കാതെ മറ്റൊരാളെ ശരിയായ രീതിയിൽ സ്നേഹിക്കാൻ കഴിയില്ലെന്നതാണ് വാസ്തവം. നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കവിയുന്ന സ്നേഹം മാത്രമേ നമുക്ക് മറ്റൊരാളിലേക്ക് പകരാൻ കഴിയുള്ളൂ. അല്ലാത്ത പക്ഷം അതൊരു ത്യാഗമോ, അതൊരു റെസ്പോൺസിബിലിറ്റിയോ, ഒരു കടമ നിർവഹിക്കലോ, മറ്റു നിവൃത്തികളില്ലാതെ ചെയ്തു പോകുന്നതോ ഒക്കെയായി പോകും. നമുക്ക് ചുറ്റിലും കാണാം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരെ അല്ലേ? അവരാണെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മനസ്സിനെയും ആഗ്രഹങ്ങളെയും ലക്ഷ്യങ്ങളെയും സന്തോഷങ്ങളെയും എന്തിന് സ്വന്തം ആരോഗ്യത്തെ വരെയും അവഗണിച്ച് അവരുടെ മുഴുവൻ എനർജിയും മറ്റുള്ളവർക്കായി കൊടുക്കും. സ്വന്തം ജീവിതം മറ്റുള്ളവർക്കായി ഇങ്ങനെ ജീവിച്ചു തീർക്കും അല്ലേ? ഒരു സാക്രിഫൈസിങ് ലൈഫ്. നമ്മുടെ സ്വന്തം പേരൻസിനെയോ ഗ്രാൻഡ് പേരൻസിനെയോ ഒക്കെ എടുത്തു നോക്കിയാൽ അങ്ങനെയുള്ള ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും. ഈവൻ നമ്മളിൽ പലരും ഇപ്പോഴും അറിയാതെയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ കാണാതെ പോകുന്ന ഒരേ ഒരാൾ അത് നമ്മളെ തന്നെയാണ്. അവനവനിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു അല്ലേ? അതിൽ തന്നെ പലരും സെൽഫ് ലവ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വന്തം വ്യക്തിത്വത്തോട് നീതി കാണിക്കുന്നത് ഒരു സ്വാർത്ഥത എന്ന തെറ്റിദ്ധാരണ കൊണ്ടു നടക്കുന്നവരുണ്ട്. എന്നാൽ സെൽഫ് ലവ് എന്നത് ഒരിക്കലും സെൽഫിഷ്നെസ് അല്ല, ഒരു സ്വാർത്ഥതയല്ല. അത് സ്വയം മൂല്യബോധമുള്ളവനാകുക എന്നതാണ്. സ്വന്തം ആത്മാവിനെ ബഹുമാനിക്കുക എന്നതാണ്. ഐ ആം ഇനഫ് എന്ന ബോധ്യമുണ്ടാവുക എന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് ശൂന്യമാണെങ്കിൽ അതിൽ നിന്നും മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ട്, മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കാൻ ഒന്നും തന്നെ കാണില്ല. സ്വന്തം മനസ്സ് സ്നേഹം കൊണ്ടും റെസ്പെക്റ്റ് കൊണ്ടും സമാധാനം കൊണ്ടുമൊക്കെ നിറഞ്ഞു തുളുമ്പുമ്പോൾ മാത്രമേ അത് മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മാത്രമേ നിങ്ങൾ നൽകുന്ന സ്നേഹം പ്യുവർ ആവുകയുള്ളൂ, അത് പവർഫുൾ ആകുന്നുള്ളൂ, അതൊരാൾക്ക് ആശ്വാസമാകുന്നുള്ളൂ. സെൽഫ് ലവ് എന്നത് നാം നമ്മുടെ മൂല്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്, നമ്മുടെ ബൗണ്ടറീസിനെ തിരിച്ചറിഞ്ഞ് അതിനെ റെസ്പെക്റ്റ് ചെയ്ത് നമ്മളെ സ്വയം കൈൻഡ്നെസ്സോടെ സ്നേഹത്തോടെ ട്രീറ്റ് ചെയ്യുക എന്നതാണ്. സെൽഫ് ലവ് ഉണ്ടെങ്കിൽ നമ്മൾ ഇമോഷണലി ബാലൻസ്ഡ് ആകും, കോൺഫിഡൻ്റ് ആകും. അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള ബന്ധങ്ങളും കൂടുതൽ ഹെൽത്തി ആകും. അപ്പോൾ ഈ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ മിററിൽ നോക്കി ഐ ലവ് യു അല്ലെങ്കിൽ ഐ ലവ് മൈ സെൽഫ് എന്നൊക്കെ പറയുന്നതോ ഐ ആം ഇനഫ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതോ മാത്രമായ കാര്യമൊന്നുമല്ല. അത് നമ്മുടെ ചിന്തകൾ, ആക്ഷൻസ്, നമ്മുടെ എനർജി എല്ലാം കൂടെ നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ്. അങ്ങനെ നാം സ്വയം സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ലോകം തന്നെ ഗ്രാജുവലി മാറുന്നു. വി അട്രാക്ട് ബെറ്റർ റിലേഷൻഷിപ്പ്, ഓപ്പർച്യൂണിറ്റീസ് അല്ലേ? നമ്മുടെ തന്നെ ഒരു ബെറ്റർ വേർഷനായി നമ്മൾ മാറും. എന്നാൽ നമുക്ക് ചുറ്റുമുള്ള ലോകം എന്നത് നമ്മളുടെ ഉള്ളിലുള്ള ലോകത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു 10ഓളം ടിപ്സുകൾ ഞാൻ പറയുന്നുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചസ് ലൈഫിൽ വരുത്തുന്നതിലൂടെ വലിയ ഡിഫറൻസ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ കാണാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ ഇമോഷണൽ ഹെൽത്തിലും വളരെ വലിയൊരു മാറ്റം നിങ്ങൾക്ക് സ്വയം ഫീൽ ചെയ്തു തുടങ്ങും.
ഈ ടിപ്സുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഇമോഷണലി വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകാൻ കഴിയും. അപ്പോൾ തുടങ്ങാം. അതിൽ ഒന്നാമത്തെ കാര്യം സ്വയം അംഗീകരിക്കുക എന്നതാണ്. അക്സെപ്റ്റ് യുവർ സെൽഫ് ഫുള്ളി. സെൽഫ് ലവ് തുടങ്ങുന്നത് തന്നെ അക്സെപ്റ്റൻസിൽ നിന്നാണ്. നമുക്ക് നമ്മളെ പറ്റിയുള്ള പല കാഴ്ചപ്പാടുകളും മറ്റുള്ളവരിൽ നിന്നും കേട്ടറിവുകളായിരിക്കും, അല്ലേ? നിന്നെ കാണാൻ കൊള്ളില്ല, നിനക്ക് പാടാൻ കഴിവില്ല, നീ ഒരു മണ്ടിയാണ്, അങ്ങനെ ഇങ്ങനെ നമ്മളുടെ ചൈൽഡ്ഹുഡ് മുതൽ തന്നെ നമ്മൾ പലരിൽ നിന്നും കേട്ടിട്ടുണ്ടാകും, അല്ലേ? അതിൽ നിന്നായിരിക്കും നമ്മൾ നമ്മളെ വിലയിരുത്തി വച്ചിരിക്കുന്നത്. എന്നാൽ സ്വയം അംഗീകരിച്ചു തുടങ്ങുക. നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ വീക്ക്നെസ്, നമ്മുടെ മിസ്റ്റേക്സ്, നമ്മുടെ പാസ്റ്റിലുണ്ടായ പല ഫെയിലേഴ്സ്, നേട്ടങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്നതാണ് നമ്മൾ എന്ന ഒരു ബോധ്യമുണ്ടാകുക. എന്താണ് ഞാൻ എന്ന ഒരു ബോധ്യം നമുക്ക് നമ്മളോടുണ്ടാവുക. സ്വയം അക്സെപ്റ്റ് ചെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അപകർഷതാബോധം അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി, പിന്നീട് മറ്റുള്ളവരുമായി സ്വയം കമ്പയർ ചെയ്യുന്ന ഒരു ശീലം, സ്വയം നിന്ദിക്കുക, ആത്മനിന്ദ, ഗിൽറ്റ്, ഇങ്ങനെയൊക്കെയുള്ള പല നെഗറ്റീവ് ഫീലിങ്സും നമ്മളിൽ നിന്നും പതിയെ ഡിസപ്പിയർ ആകും. ഐ ആം ഇനഫ്, ഐ ആം സ്റ്റിൽ ലേണിംഗ്, ഐ ആം ഗ്രോയിങ്, ഇങ്ങനെ സ്വന്തം മനസ്സിനോട് തന്നെ ആവർത്തിക്കുക. നമ്മൾ നമ്മളെ അംഗീകരിക്കുന്നിടത്തോളം നമ്മൾ വിജയിക്കുകയാണ്. ഇതുതന്നെയാണ് സെൽഫ് ലവിൻ്റെ ഫൗണ്ടേഷൻ. അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും വളരെ പോസിറ്റീവായിട്ടുള്ളതും ഒരു കാര്യമാണ് പോസിറ്റീവ് സെൽഫ് ടോക്ക്. ഈ ലോകത്തെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് ചിന്ത, തോട്ട്സ് എന്നതല്ലേ? നമ്മുടെ ചിന്തകൾക്ക് വളരെ വലിയ ഒരു ശക്തിയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമ്മളോട് തന്നെ നമ്മൾ വളരെ ഹാർഷായി പെരുമാറിയാൽ, നമ്മൾ നമ്മളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്തു തുടങ്ങിയാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ഫലം? അതായത് ഇപ്പോൾ എനിക്കൊരു ടാലൻ്റ് ഇല്ല, ഞാനൊരു ഭാഗ്യദോഷിയാണ്, എനിക്കൊരു ഭാഗ്യവുമില്ല, ഞാനൊരു മണ്ടിയാണ്, എന്നെ കാണാൻ ഒട്ടും ഭംഗിയില്ല, ഇങ്ങനെ തന്നെ നമ്മൾ നമ്മളെക്കുറിച്ച് അങ്ങ് പറയുകയാണ്. അപ്പോൾ അത് തന്നെയായിരിക്കും നമ്മളുടെ മൈൻഡിൽ നമ്മളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ ഇതിന് പകരം പോസിറ്റീവ് സെൽഫ് ടോക്ക് ചെയ്തു തുടങ്ങിയാലോ? അത് നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു മെത്തേഡാണ്. നമ്മൾ ഡെയിലി പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുക. നമ്മളോട് തന്നെ നമ്മൾ പറയുക, ഞാനൊരു ബ്യൂട്ടിഫുൾ ലേഡിയാണ്, അല്ലെങ്കിൽ ഞാൻ വളരെയധികം കഴിവുള്ള ആളാണ്, ഐ എം ലക്കി, ഐ എം കേപ്പബിൾ, ഞാനൊരു മനസ്സമാധാനമായ ജീവിതം, സന്തോഷകരമായ ജീവിതം അർഹിക്കുന്ന ഒരാളാണ് എന്ന് സ്വയം മനസ്സിനോട് തന്നെ സംസാരിക്കുകയാണ്. ഈ ഒരു മെത്തേഡ് നിങ്ങളുടെ മെൻ്റലി നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് സെൽഫ് ഇമേജ് മാറ്റി പകരം നിങ്ങൾ നിങ്ങളെ വളരെ നല്ല ഒരാളായി മാറ്റിയെടുക്കും. നമ്മൾ നമ്മളോട് പറയുന്ന കാര്യങ്ങളെല്ലാം പതിയെ പതിയെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ ഉപബോധ മനസ്സ് വിശ്വസിച്ചു തുടങ്ങും, നമ്മൾക്ക് ഫീൽ ചെയ്തു തുടങ്ങും. പിന്നീട് നമ്മൾക്ക് നമ്മളെ ഒരു തെറ്റായ ആളായി കണക്കാക്കാൻ പറ്റാതെ വരും. സെൽഫ് ലവിന് വളരെയധികം സഹായിക്കുന്ന ഒരു മെത്തേഡാണിത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് യുവർ സെൽഫ്. നമ്മൾ നമുക്ക് വേണ്ടി ഒരിത്തിരി സമയമെടുക്കുകയാണ്. ഈ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവരിൽ നിന്നൊക്കെ ബ്രേക്ക് എടുത്ത് സ്വന്തം കാര്യം മാത്രം നോക്കിയിരിക്കുക എന്നൊരു മീനിങ് ഒന്നുമില്ല. പക്ഷേ ഉറപ്പായും അവനവന് വേണ്ടിയിട്ടൊരിത്തിരി സമയം നമ്മൾ കണ്ടെത്തണം, അല്ലേ? ഒരു ചെറിയ വാക്കായിരിക്കാം,
ചിലർപ്പോൾ മ്യൂസിക് കേൾക്കുന്നതായിരിക്കാം, ചിലർക്ക് ജേർണലിംഗ് ചെയ്യുന്നതായിരിക്കാം, മെഡിറ്റേഷൻ ചെയ്യുന്നതായിരിക്കാം, ചിലർക്ക് കുക്ക് ചെയ്യുന്നതായിരിക്കാം അല്ലേ. വളരെ ഹാപ്പിനെസ് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും അല്ലേ. ആ സമയം നമ്മൾ പൂർണ്ണമായും നമ്മളുടെ സന്തോഷം മാത്രം നോക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പായും എന്നും ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ഉറപ്പായും ചെയ്യുന്നു എന്ന ബോധ്യം ഉണ്ടാക്കുക അല്ലേ. നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുമ്പോൾ നമ്മൾ നമ്മളെ തിരിച്ചറിഞ്ഞു തുടങ്ങും. എന്താണ് ഞാൻ, എനിക്ക് എന്താണ് വേണ്ടത്, എന്താണ് എൻ്റെ സന്തോഷങ്ങൾ, എന്താണ് എൻ്റെ സമാധാനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും. ഇങ്ങനെയുള്ള തിരിച്ചറിവ് നമ്മൾ നമ്മുടെ ആത്മാവുമായിട്ട് കൂടുതൽ ഇമോഷണലി കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും. കൂടുതൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ ഇഷ്ടങ്ങളെ തിരിച്ചറിഞ്ഞു തുടങ്ങും. നമ്മുടെ മനസ്സ് നമ്മളോട് സംസാരിച്ചു തുടങ്ങും. സെൽഫ് ലവിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു പ്രാക്ടീസാണിത്. 4ാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. ഒരു ഹെൽത്തി ബൗണ്ടറീസ് ഉണ്ടായിരിക്കണം നമുക്ക്. സെൽഫ് ലവിൻ്റെ വീഡിയോയിൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, നമ്മൾ നമ്മുടെ ഉള്ളിൽ നിറയെ സ്നേഹവും നമ്മളോട് തന്നെ റെസ്പെക്റ്റും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് മറ്റൊരാളിലേക്കും അത് പകർന്നു കൊടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടായാൽ അവിടെ നോ പറയാനുള്ള ഒരു തൻ്റെ ഇടം നമ്മൾ കാണിച്ചിരിക്കണം അല്ലേ. അത്തരം ബൗണ്ടറീസ് നമ്മുടെ സമാധാനത്തെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യും. മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റി, ടോക്സിസിറ്റി, റിലേഷൻഷിപ്പിൽ ഉള്ള ടോക്സിസിറ്റീസ്, ഓവർ ഡിമാൻഡ്സ്, ഇതിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹെൽത്തി ബൗണ്ടറീസ് വളരെ അനിവാര്യമാണ്. ഇല്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ നോ എന്ന് പറയുന്നത് ഒരു റൂഡായിട്ടുള്ള കാര്യമൊന്നുമല്ല. അത് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിൻ്റെ അടയാളമാണ്. ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, നമ്മളെ ശരിക്കും സ്നേഹിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും നമ്മളുടെ ബൗണ്ടറീസ് കടന്നു കയറി നമ്മളെ തകർക്കാൻ നോക്കില്ല, അല്ലെങ്കിൽ നമ്മളുടെ സെൽഫ് റെസ്പെക്റ്റിന് നിരക്കാത്തതൊന്നും അയാൾ ചെയ്യില്ല എന്നുള്ള കാര്യം എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക. അടുത്ത 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് വൺ ഓഫ് ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് സെൽഫ് ലവ്. അതായത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതിനെ കുറിച്ചെല്ലാം നന്ദി പറയുക. അതൊരു ചെറിയ കാര്യമായിക്കോട്ടെ, ഒരു വലിയ കാര്യമായിക്കോട്ടെ, എല്ലാത്തിലും നമ്മൾക്കുള്ളതിലെല്ലാം നമ്മൾ നന്ദി ഉള്ളവരായിരിക്കുക. നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ കുടുംബം, നമ്മുടെ വീട്, ഈവൻ ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തിന്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് തുടങ്ങി നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ഈ ലൈഫിൽ ഇന്ന് വരെ നമ്മൾക്കുണ്ടായിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും നമ്മൾ നന്ദി ഉള്ളവരായിരിക്കുക. എക്സ്പ്രസ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ്. ഓരോ ദിവസവും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ലതിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ഷിഫ്റ്റ് ചെയ്യുകയാണ് അല്ലേ. നിങ്ങൾക്ക് മിസ്സിങ് ആയതിനെക്കുറിച്ചോ നിങ്ങൾക്കില്ലാത്തതിനെക്കുറിച്ചോ ഒന്നും നിങ്ങൾ ബോധേഡ് ആവുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന എല്ലാത്തിലേക്കും നിങ്ങൾ ഫോക്കസ് ചെയ്യും. അപ്പോൾ എന്ത് മനോഹരമായിട്ടായിരിക്കും നമ്മുടെ ലൈഫിനെ നമ്മൾ കാണാൻ തുടങ്ങുന്നത് അല്ലേ. നമ്മളുടെ സന്തോഷങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും, ഇന്നുള്ള നന്മകളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യും. അപ്പോൾ കൂടുതൽ നല്ലതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ലൈഫിലേക്ക് വീണ്ടും വീണ്ടും നല്ല കാര്യങ്ങളുണ്ടാകും. ഇതൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ ഏറെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ സെൽഫ് ലവ് ഉണ്ടാക്കിയെടുക്കാൻ ഏറെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. നമ്മളെ കമ്പാരിസൺ മൈൻഡിൽ നിന്നും ഒരു കണ്ടൻമെൻറ്റ് മൈൻഡിലേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങും. ആ ഒരു കമ്പാരിസൺ മാറുമ്പോൾ തന്നെ നമ്മൾ സെൽഫ് ലവ് കൂടുതൽ നമ്മളെ സ്നേഹിച്ചു തുടങ്ങും. അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഫോർഗീവ് യുവർ സെൽഫ്. സ്വയം ക്ഷമിക്കുക എന്നുള്ളത്.
അല്ലേ? നമ്മളോട് പലരും തെറ്റ് ചെയ്യുന്നവരോടൊക്കെ നമ്മൾ ഇറ്റ്സ് ഓക്കെ, സോറി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ക്ഷമിക്കും. ഇനി ചിലർ എത്ര വലിയ തെറ്റ് നമ്മളോട് ചെയ്താലും നമ്മൾ ഒരു സമയം കഴിയുമ്പോൾ അവരോട് ക്ഷമിക്കാൻ തയ്യാറാകും, അല്ലേ? എന്നാൽ നാം സ്വയം വരുത്തിയ ചില തെറ്റുകൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. നമുക്കുണ്ടായ മിസ്റ്റേക്സുകളെയോ നമ്മളുടെ ഫെയിലേഴ്സിനെ, നമുക്കുള്ളിലുള്ള റിഗ്രറ്റ്സ്, ഇതൊക്കെ നമ്മളെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലെയിം ചെയ്യുന്നത് നമ്മളെ ഇമോഷണലി അത് ഡ്രെയിൻ ആക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലേ. എന്നാൽ അത്തരം കാര്യങ്ങളെ ഫോർഗീവ് ചെയ്യാൻ സ്വയം പഠിക്കണം. നമുക്കുണ്ടായിട്ടുണ്ടല്ലേ, നമ്മൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, കുറവുകൾ പറ്റിയിട്ടുണ്ട്, മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്, അല്ലേ? പക്ഷെ അതിൽ നിന്നൊക്കെ അന്ന് നമുക്കതല്ലാതെ വേറൊരു ഉപാധി ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ പോട്ടെ സാരമില്ല, നമ്മൾക്കതിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ട് മറ്റൊരു ബെറ്റർ ലൈഫിലേക്ക് പോകാൻ പറ്റും എന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ സമാധാനിപ്പിച്ച് അതിനോട് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. ഈ ഒരു ഫൊർഗീവ്നെസ്, അല്ലേ, സ്വന്തം മനസ്സിനോട് തന്നെ, സ്വന്തം ശരീരത്തിനോട് തന്നെ ഒക്കെ ഒന്ന് ക്ഷമിക്കാൻ പഠിക്കുന്നത് നമുക്ക് കൂടുതൽ നമ്മളെ ഫ്രീ ആക്കും, നമ്മൾ കൂടുതൽ സ്വതന്ത്രരാകും. നമ്മുടെ മനസ്സ് കുറച്ചും കൂടെ ഫ്രീ ആയി മാറാനും നമ്മളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയൊരാളായി മാറാനും ഒക്കെ സഹായിക്കുന്ന ഒരു ആക്ഷനാണ് സ്വയം ക്ഷമിക്കാൻ പഠിക്കുക എന്നത്. അടുത്തതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി ആൻഡ് ഹെൽത്ത്. പലപ്പോഴും ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മളെല്ലാവരും മറന്നു പോകുന്നൊരു കാര്യമാണ് ബോഡി കെയർ. സ്വന്തം മനസ്സിനെയും ശരീരത്തിനെയും കെയർ ചെയ്യില്ല. സ്വന്തം ശരീരം എന്ന് പറയുന്നത് അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. സ്വന്തം ശരീരത്തെ ഏറ്റവും ഹെൽത്തിയായി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള പോഷകകരമായ ഭക്ഷണം, ശരിയായ ഉറക്കം, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് അവകാശപ്പെട്ട കാര്യങ്ങളാണ്. അത് നമ്മൾ നിഷേധിക്കുന്നത് നമ്മളെ നിന്ദിക്കുന്നതിന് തുല്യമാണ്, അല്ലേ? നല്ല ആരോഗ്യമുണ്ടാക്കിയെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കണം. റെഗുലർ മൂവ്മെൻറ്റ്, വ്യായാമമാണെങ്കിൽ അത്, ഭക്ഷണം, ഉറക്കം, ഇതൊക്കെ കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ മൈൻഡിനെയും നമ്മുടെ മൂഡിനെയും നമ്മുടെ എനർജിയും ഒക്കെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ശരീരം നമ്മളുടെ ആത്മാവിൻ്റെ വീടാണല്ലേ. ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അത് തരുന്ന ഒരു കോൺഫിഡൻസ് ലെവല് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും വളരെയധികം സ്നേഹത്തോടെ കെയർ ചെയ്യുക. അതിന് വേണ്ടുന്നതൊക്കെയും പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ സദാ തയ്യാറാവുക. ഇനിയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സെലിബ്രേറ്റ് യുവർ സ്മോൾ വിൻസ്. നമ്മുടെ ലൈഫിൽ ചെറുതും വലുതുമായിട്ടുള്ള പല സക്സസ്സുകളും ഉണ്ടായിട്ടുണ്ടല്ലേ. ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതൊന്നും വലിയ കാര്യമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ അങ്ങ് ഇഗ്നോർ ചെയ്യും. നമ്മൾ തന്നെ നമ്മുടെ നേട്ടങ്ങളെ അവഗണിച്ചു തുടങ്ങിയാൽ പിന്നെ ആരാണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത്? മറ്റുള്ളവർ അതിനെ വലിയ കാര്യമായിട്ട് കാണും എന്ന് വിചാരിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവനവൻ്റെ മനസ്സിലെങ്കിലും അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടണം. ഒരു ചെറിയ കാര്യമാണെങ്കിൽ കൂടി എനിക്കത് സാധിച്ചു എന്ന രീതിയിൽ സ്വന്തം മനസ്സിനെ ബോധ്യപ്പെടുത്തുക. സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായും അതിനെ നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ട രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുക. അത് നമ്മുടെ സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കാൻ ഒരുപാട് സഹായിക്കും. നമ്മളിൽ സ്വയം മോട്ടിവേറ്റഡ് ആവും. നിങ്ങളുടെ ജേണി അപ്രീഷിയേറ്റ് ചെയ്യാൻ മറ്റൊരാൾ വരുമെന്ന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നമ്മളോട് തന്നെ അപ്രീസിയേഷൻ കൊടുക്കാം. നമുക്ക് നമ്മളെ തന്നെ സെലിബ്രേറ്റ് ചെയ്യാം. അതൊരു വളരെ വലിയ ഒരു സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരിക്കലും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാനും നമ്മളുടെ സക്സസ്സിൽ സെലിബ്രേറ്റ് ചെയ്യാനും മടി കാണിക്കരുത്. അടുത്തൊരു കാര്യം, 9ാമത്തെ പോയിന്റായിട്ട് പറയാവുന്നത് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് എനർജി. നമ്മുടെ ചുറ്റും ഉള്ള എനർജിയെ പോസിറ്റീവാക്കി മാറ്റാൻ ശ്രമിക്കുക. നമുക്കെപ്പോഴും അതൊന്നും സാധിക്കില്ല. കാരണം ചുറ്റിലുമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ചുറ്റുപാട് ഇതൊക്കെ
എപ്പോഴും നമുക്ക് അനുകൂലമായി വരണം എന്നില്ല. എന്നാൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം മാക്സിമം നമുക്ക് കഴിയുന്നത്ര നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നവരോടായിരിക്കണം, അല്ലേ? നമ്മളുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യുന്ന ആളുകളുമായി മാക്സിമം മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക, അല്ലേ? പോസിറ്റീവ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മളെക്കാൾ വളരെ പോസിറ്റിവിറ്റി ഉള്ള ഒരാളുമായിട്ടാണ് നമ്മൾ നിരന്തരം ഇടപെടുന്നതെങ്കിൽ ഉറപ്പായും അയാളിലുള്ള ആ പോസിറ്റിവിറ്റി നമ്മളിലേക്കും പകരും. അയാളോടുള്ള സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവും അത് നമ്മൾക്കൊരു പ്രചോദനമായി മാറും, അല്ലേ? എന്നാൽ ഒട്ടും സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത, മറ്റുള്ളവരോടും റെസ്പെക്റ്റ് കാണിക്കാത്ത ഒരാളുമായിട്ടാണ് നമ്മൾ മിങ്കിൾ ചെയ്യുന്നതെങ്കിൽ ആ ഒരു കാര്യം നമ്മളിലേക്ക് പകരാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്ന ബുക്കുകൾ, നമ്മൾ കാണുന്ന കണ്ടന്റുകൾ, നമ്മളുടെ മുന്നിലുള്ള സോഷ്യൽ മീഡിയ, പിന്നെ നമ്മൾ കാണുന്ന മറ്റു കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, ഇവയൊക്കെയും അതിൽ നിന്നൊക്കെ നമുക്കായിട്ടൊരു തിരഞ്ഞെടുപ്പ് കാണും, അല്ലേ? ഇതെനിക്ക് നന്മയുള്ളതാണ്, അല്ലെങ്കിൽ ഇതെന്നെ സഹായിക്കുന്നതാണ് എന്നുള്ളൊരു ബോധ്യം വേണം. പുസ്തകങ്ങൾ പ്രധാനമായും ഒരുപാട് നല്ല രീതിയിൽ നമ്മുടെ ചിന്തകളെ ഷിഫ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന പുസ്തകങ്ങളുണ്ട്. നമ്മളെ പോസിറ്റീവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന മാക്സിമം കാര്യങ്ങളെ നമ്മളെപ്പോഴും സെലക്ട് ചെയ്യാൻ ശ്രമിക്കണം. അത് സെൽഫ് ലവ് വളർത്താനും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഒരു 10ാമത്തെ പോയിന്റായിട്ട് പറയാവുന്നത് എക്സ്പ്രസ് യുവർ സെൽഫ് ഫ്രീലി. സെൽഫ് ലവ് എന്ന് പറയുന്നത് ബീയിങ് ഒതന്റിക്കലി യു, അങ്ങനെയും കൂടെ ഉണ്ട്, അല്ലേ? നമ്മൾ കുറച്ച് റിയലായിട്ട് തന്നെ നിൽക്കണം. നമ്മുടെ അഭിപ്രായങ്ങൾ, ഡ്രീംസ്, നമ്മുടെ ഇമോഷൻസ്, ഇവയൊക്കെ മാക്സിമം ഹൈഡ് ചെയ്യാതെ എക്സ്പ്രസ് ചെയ്യാൻ നോക്കുക, അല്ലേ? ഒരു ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് ഇല്ലാതെ ജീവിക്കാൻ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമ്മൾ നമ്മുടെ സത്യത്തെ എന്താണോ ആ സത്യത്തെ ബോധിപ്പിക്കുക, ആ സത്യത്തെ എക്സ്പ്രസ് ചെയ്യുക. അത് നമ്മുടെ ഇന്നർ സെൽഫ് നമ്മളോട് തന്നെ റെസ്പെക്റ്റ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ അത്രയും ഫ്രീ ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. മാക്സിമം റിയൽ ആയിട്ട് നിൽക്കുന്നത് സെൽഫ് റെസ്പെക്റ്റിൻ്റെ കൂടെ ഒരു ഭാഗമാണ്. സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷൻ അല്ല, അതൊരു ജേണിയാണ്. ഒരു ദിവസത്തിൽ തന്നെ നമ്മൾ പെർഫെക്റ്റ് ആവില്ല, അല്ലേ? ഒരു ദിവസം കൊണ്ട് ആർക്കും ഫുൾ ഈ കാര്യങ്ങളൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഓരോ ദിവസവും നമ്മൾ കുറച്ച് അധികം നമ്മളെ തന്നെ കെയർ ചെയ്തു തുടങ്ങുമ്പോൾ, കുറച്ചധികം നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്തു തുടങ്ങുമ്പോൾ, നമ്മളെ വാല്യൂ ചെയ്തു തുടങ്ങുമ്പോൾ, അങ്ങനെ തന്നെയാണ് സെൽഫ് ലവ് പതിയെ പതിയെ വളർന്നു വരുന്നത്, അല്ലേ? എന്ത് ആഗ്രഹമുണ്ടായാലും എന്ത് ലക്ഷ്യമുണ്ടായാലും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സെൽഫ് ലവ് ആണ്. എന്താന്നാൽ നമ്മൾ നമ്മളെ തന്നെ ശരിക്കും സ്നേഹിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സ്നേഹവും സമാധാനവും സന്തോഷവും ഒക്കെ അട്രാക്റ്റ് ചെയ്തു തുടങ്ങുന്നത്, അല്ലേ? നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ, നമ്മൾ ശരിക്കും നമ്മളെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ എല്ലാ ഹാപ്പിനെസ്സും എല്ലാം നമ്മളിലേക്ക് പതിയെ പതിയെ എത്തിത്തുടങ്ങും. അപ്പോഴും ഓർമ്മയിലിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ സന്തോഷം ഒരിക്കലും മറ്റൊരാളുടെ വിഷമത്തിന് കാരണമാകുന്നില്ല എന്നത് ഉറപ്പ് വരുത്തിയിരിക്കണം, അല്ലേ? നമുക്ക് സ്നേഹവും സന്തോഷവും എല്ലാം അനുഭവിക്കാനുള്ള അവകാശമുണ്ട്. അത് മറ്റൊരാളുടെ ഔദാര്യമല്ല. നമുക്ക് ചിരിക്കാനും നമ്മൾക്ക് ഈ ലോകത്ത് ഷൈൻ ചെയ്യാനും സമാധാനത്തോടെ ജീവിക്കാനുമുള്ള റൈറ്റ് ഉണ്ട് എന്ന ബോധ്യമുണ്ടാകണം, അല്ലേ? അപ്പോൾ നമ്മളുടെ ഹാപ്പിനെസ് നിമിത്തം അല്ലെങ്കിൽ നമ്മുടെ സക്സസ് മറ്റൊരാളിലേക്ക് ഗിൽറ്റ് ഫീൽ ഉണ്ടാകേണ്ട കാര്യമില്ല. അത് നമ്മളുടെ അവകാശമാണ്, അല്ലേ? നമ്മുടെ സ്നേഹം, നമ്മളുടെ മനസ്സിലെ സ്നേഹം മാത്രമാണ് നമുക്ക് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഉറപ്പായും സ്വന്തം മനസ്സിൽ മാക്സിമം സ്നേഹവും റെസ്പെക്റ്റും നിറയ്ക്കുക, അഭിമാനമുള്ളവരായി ഇരിക്കുക. മനസ്സിൻ്റെ സമാധാനം മാത്രമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അല്ലേ?
നിങ്ങൾ നിങ്ങളുടെ ആത്മാവിൽ നിന്നും ഉണ്ടാകുന്ന എനർജി അത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മളുടെ ജീവിതവും അതുപോലെ തന്നെ മനോഹരമായി തീരും. അതുകൊണ്ട് സ്വയം സ്നേഹിക്കുക, നിങ്ങളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സമാധാനമുണ്ടാക്കാൻ ശ്രമിക്കുക. When you love yourself, the whole world begins to love you back. ഈ വീഡിയോ നിങ്ങളെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിലും നല്ലൊരു പോസിറ്റീവ് കണ്ടൻറ്റുമായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ പീസ്ഫുൾ ആൻഡ് കീപ് ലവിങ് യുവർ സെൽഫ്. ബൈ ബൈ.